ആയോൾ മേഘാലയയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് എണ്ണമറ്റ വെള്ളച്ചാട്ടങ്ങളും ഓരോ വെള്ളച്ചാട്ടങ്ങളും അതിൻ്റെതായ ഒരു പ്രത്യേകത ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മളിന്ന് മേഘാലയയിൽ മറ്റൊരു ഹിഡൻ ജെം ആയ ഒരു വാട്ടർഫോളിലേക്കാണ് പോയത്. റാപ്ലാങ് കാനൻ വാട്ടർഫോൾ എന്ന് പറയും. ഷിലോങ്ങിൽ നിന്ന് ഏകദേശം ഒരു 20-22 കിലോമീറ്റർ അകലെയാണ്. ലൈറ്റ്ലൂം കാന്യോൺ അടുത്തായിട്ട് റാപ്ലാങ് വില്ലേജ് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു രാവിലെ 6:30 ആരംഭിച്ച യാത്രയാണ്. ഈ സമയം 6:30 തന്നെ ഇവിടുത്തെ ഒരു ക്ലൈമറ്റിൻ്റെ ഒരു അവസ്ഥ നോക്കണം. നല്ല മഴയും മഞ്ഞാണ്. നമുക്ക് റോഡ് പോലും കൃത്യമായിട്ട് കാണുന്നില്ല, കൃത്യമായിട്ട് ക്ലിയർ ആവുന്നതും കൂടി ഇല്ല. അപ്പോൾ ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുമ്പോൾ ലൈറ്റ് അടിച്ചാൽ മാത്രമേ നമുക്ക് വ്യക്തമാകും. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ മേഘാലയയുടെ മറ്റൊരു ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത് തന്നെയാണ് ഒരു സഡൻ ചേഞ്ചസിലുള്ള ക്ലൈമറ്റ് ആണ്. അതായത് പെട്ടെന്ന് മഴയാണെങ്കിൽ പെട്ടെന്ന് വെയിലാവും, പെട്ടെന്ന് കാറ്റാവും. ഒന്നും നമുക്ക് ജഡ്ജ് ചെയ്യാനായിട്ട് പറ്റില്ല. ഏകദേശം നമ്മൾ ഈ ഡെസ്റ്റിനേഷനിൽ നിന്ന് ഒരു വാലിയിലൂടെ നടന്നിട്ട് വേണം ഈ വെള്ളച്ചാട്ടത്തിലേക്ക് എത്താനായിട്ട്. അപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിലേക്കുള്ള യാത്ര ചെയ്യുന്നതിൽ ഏറ്റവും വലിയൊരു പ്രിയപ്പെട്ടൊരു നിമിഷങ്ങൾ എന്ന് പറയുന്നത്. കാരണം ഈ വെള്ളച്ചാട്ടത്തിലേക്കുള്ള യാത്രയിൽ നല്ല മഞ്ഞും മഴയാണ്. കുറച്ച് ഈ വാലീസൊക്കെ കുറച്ച് സ്ലിപ്പറി ആയിരുന്നു. അപ്പോൾ ഈ വാലീസിലൂടെ ഒരു 15-20 മിനിറ്റോളം നടന്നിട്ട് വേണം നമുക്ക് അവിടെ എത്താനായിട്ട്. ആ പോകുന്ന യാത്രയിൽ നമുക്ക് ഒരുപാട് ഈ മലനിരകളിൽ കൊച്ചു കൊച്ചു കൃഷി ചെയ്യുന്ന ആളുകളെ കാണാം. അപ്പോൾ ഇവരുടെ ഒരു ഉപജീവന മാർഗവും കൃഷിയാണ് ഇവിടെ. കുറച്ചും കൂടി പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് കാടും പോലെ, കുറച്ച് കുറ്റിക്കാട് പോലെ എടുത്തെത്തിയപ്പോൾ ചെറിയ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. കുറച്ചങ്ങോട്ട് ദൂരേക്ക് നടന്നപ്പോഴാണ് വെള്ളച്ചാട്ടം കാണാൻ പറ്റിയത്. നിർഭാഗ്യവശാലും നമുക്ക് വെള്ളച്ചാട്ടം പ്രോപ്പർലി കാണാനായിട്ട് പറ്റിയില്ല. കാരണം നല്ല മഴയും മഞ്ഞാണ്. കണ്ടാൽ മനസ്സിലാവും, നല്ല മഞ്ഞായിട്ട് നിറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഈ വെള്ളച്ചാട്ടം വളരെ ചെറുതാണെങ്കിൽ ഇവിടേക്കുള്ള നടന്നു വരുന്നുള്ള യാത്ര ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നല്ല മഴയത്ത് നല്ല ഫോമിൽ ഒരു ഇങ്ങനെ നടന്നു വരുന്നൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയാണ്. എന്തായാലും നമ്മളവിടെ കുറച്ച് നേരം ഇരുന്നു. ഈ മഞ്ഞ് പോകുന്നത് വരെ വെയിറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ നമുക്ക് 1-2 നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ വെള്ളച്ചാട്ടത്തിന്. പിന്നെ ഇതിൻ്റെ താഴേക്ക് ഇറങ്ങാനായിട്ട് പറ്റും. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ താഴേക്ക് ഇറങ്ങാനായിട്ട് ശ്രമിച്ചു. പക്ഷെ അവിടെ അടിയിലേക്ക് പോവാന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മഞ്ഞ് നിറഞ്ഞത് കൊണ്ടും കുറച്ച് ദൂരം ഞാൻ പോയി. അതിന് ശേഷം അവിടെ വഴി കൃത്യമായിട്ട് കാണുന്നില്ല. ഒരു കാല് വെക്കാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അധികം റിസ്ക് എടുക്കാനായിട്ട് നിന്നില്ല. ചെറിയൊരു അഡ്വഞ്ചറൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വരാൻ പറ്റുന്ന സ്ഥലമാണ്. ഞാൻ കഴിഞ്ഞ കൊല്ലം മദേരാൻ പോയപ്പോൾ ചെറിയൊരു പെപ്പ് ഫോർട്ടിൻ്റെ ഫീലിംഗ് ചില സ്ഥലങ്ങളിൽ നടന്നപ്പോൾ കിട്ടി. ഈ മഴയും മഞ്ഞും ഇഷ്ടപ്പെടുന്നവർ അതിലൂടെ നടക്കാൻ ആഗ്രഹിക്കാൻ തീർച്ചയായും വരേണ്ട സ്ഥലമാണ്. അപ്പോൾ അടുത്ത മേഘാലയയുടെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.